ഇന്നത്തെ വിഷയം രേണുസുതിയാണ്. രേണുസുതി ഓരോരോ കോപ്രായങ്ങൾ കാണിച്ച് അങ്ങനെ നടക്കുകയാണ്. ആളുകളെ പരദൂഷണങ്ങൾ പറഞ്ഞും രേണു പറയണത് എന്നെ വെറുതെ പറയുന്നു. രേണുവിന് കണ്ടന്റിന് വേണ്ടിയിട്ട് രേണു ഓരോരുത്തരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു അടിപൊളി ഒരു ഡാൻസ് കാണാം. എല്ലാത്തിലും സ്റ്റെപ്പ് ഒന്ന് തന്നെയാണ്. എന്തോന്നിട്ടാലും അത് ഉടനെ കോപ്രായം കാണിക്കാത്ത ഇതില്ല. ഏതോ അമ്പലത്തിലോ ഏതോ ഒരു ഉത്സവത്തിന് പൂരത്തിനങ്ങാണ്ട് പോയിട്ട് അവിടെ കിടന്ന് കാണിക്കുന്ന വേലകളാണ്. എന്നിട്ട് സംഭവം പുള്ളി പാവാടയും ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. അടിയിലോട്ട് ഒരു പാവാടയുടെ വള്ളി എന്നാണ് പറയണത്. അത് എനിക്ക് തോന്നുന്നു ചരടാണെന്ന് തോന്നുന്നു. ഇലി കിട്ടിയിരുന്ന ചരട് വന്ന് തറയിൽ കിടന്ന് എഴയുന്നുണ്ട്. അപ്പോൾ ആ പാവാടയുടെ വള്ളിയെ പറ്റിയായിരുന്നു ചർച്ച. പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ചയുണ്ട്. നമുക്കപ്പോഴാ വള്ളി ഡാൻസ് ഒന്ന് കാണാം. ഇത് എന്തിനാണ് ഈ ഉത്സവ പറമ്പിൽ വിളിച്ചതെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. ആ ഉത്സവത്തിൻ്റെ ആ പറമ്പിൽ അവിടെ ഇരിക്കണ ഇതൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റേജിൽ രേണു നിന്ന് ആടുന്നുണ്ട്. എന്തരം ആട്ടമാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അപ്പോൾ സ്റ്റേജിന് വെളിയിൽ ഇരിക്കുന്ന കുറച്ച് പേര് കുറച്ച് പിള്ളേരെ കണ്ടാണ്. അവർ ഇതൊന്നും ഒന്നും നോക്കണത് പോലുമില്ല. അവർ മൊബൈലിൽ ഇങ്ങനെ കളിച്ചിരിക്കണം. അവർ തന്നെ സത്യം പറഞ്ഞ ജനങ്ങൾ മടുത്ത്. എൻ്റെ പൊന്നു രേണു നിർത്ത്. നീ എന്തിനാണ് ഈ കോപ്രായങ്ങൾ? നീ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കളിച്ചോ? നീ പോണത് എന്തിന് സോഷ്യൽ മീഡിയയിൽ ഇടണ്? അതുകൊണ്ടല്ലേ ആളുകൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യണത്. പിന്നെ അവർ റിയാക്ട് ചെയ്തു, അവരങ്ങനെ പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇല്ല. നീ പറയണതോ അപ്പം നിങ്ങളൊരു ഡാൻസ് കണ്ടല്ലോ. വേറൊരു സ്ഥലത്ത് എന്തോ ഇനാഗ്രേഷൻ എന്നും പറഞ്ഞ് പോവേണ്. അപ്പോൾ നിക്കർ വിധവ എന്ന് പേര് വന്നതുകൊണ്ട് അതിൻ്റെ വാശിക്ക് നിക്കറിട്ടുകൊണ്ടാണ് പോണത്. ഇനാഗ്രേഷൻ എന്ന് പറയണ് ഏതോ പെട്ടിക്കടയെങ്ങാണ്ട ഉദ്ഘാടനത്തിനങ്ങാണ്ട വിളിച്ച ഇല്ലേ, അങ്ങോട്ടാണ് എല്ലാം പറയണ. എന്നെ വിളിക്കോ, എന്നെ ഇനാഗ്രേഷന് വിളിക്കോ, എവിടെയെങ്കിലും ഉണ്ടാന്ന് ചോദിച്ച് നടക്കുകയാണ് പുള്ളിക്കാരി. എന്നിട്ട് പുള്ളിക്കാരി പറയണ എന്തോന്നാണ്, ഞാൻ അങ്ങനെയല്ല, എന്നെ വിളിക്കുകയാണ്, എന്നെ ആളുകൾ വിളിക്കുകയാണെന്നാണ് പറയണത്. അപ്പം നമുക്ക് ആ പോണ രംഗം ഒന്ന് കാണാം. അപ്പം ഇത് ഈ നിക്കറും ഇട്ടും കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും കൂടി പപ്പയും അമ്മയും കൂടെ ചോദിച്ചു ഇന്ന് ഇത് ഇട്ടാണ്ടാണ് പോണത് എന്ന് ചോദിച്ചു. അതിനെന്ത്, എനിക്കിത് ഇട്ടാലുള്ള കുഴപ്പമില്ല, അമ്മേ ടാറ്റ, പപ്പേ ടാറ്റ ഇത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. പലരും പറയും കേട്ടാ, അയ്യോ രേണു വിധവേണു, ആരും ഒന്നും പറയരുത്. എൻ്റെ പൊന്ന് രേണു, നിനക്ക് സ്റ്റാർ മാജിക്കിൽ എന്നെ വിളിച്ചു, നിനക്ക് അവിടെ അവർ ജോലി തരാമെന്ന് പറഞ്ഞു, എന്നിട്ട് നീ പോയില്ല. വേറെ എന്തൊക്കെയോ ജോലികൾ കൊടുക്കാമെന്ന് പറഞ്ഞു പോയില്ല. പക്ഷേ എങ്കിൽ പിന്നെ രേണുവിന് ഇതൊന്നും നടക്കൂലല്ലോ, ഈ കോപ്രായങ്ങൾ കാണിക്കാൻ പറ്റൂല, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ഇതിന് പോണ രംഗം നിക്കറിട്ടുകൊണ്ട് പോണമെന്ന് കാണാം. തൃശ്ശൂരിൽ എന്താ പരിപാടി? തൃശ്ശൂർ നമ്മുടെ ബ്ലൂംസ് മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഒരു പ്രമോഷൻ വന്നു. തൃശ്ശൂർ പുള്ളിക്കാരി അങ്ങോട്ടാണ് വിളിച്ച് പറഞ്ഞു പോണം. അതിന് പറയണ എനിക്ക് ഇങ്ങനെ ഒഴുകി വരെയാണ് എന്നെ. രേണു നീ എവിടെയാണ്? രേണു നീ ഇപ്പോൾ എവിടെയാണ്? എനിക്ക് ഇന്ന സ്ഥലം ഇന്ന സ്ഥാപനം ഇനാഗ്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കും. ഉള്ളത് പറയാലോ, പെട്ടിക്കട, ഉത്സവപ്പറമ്പ്, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാണ് പോണത്. എന്തോ ആവട്ടെ, പക്ഷേ ഈ
പൊങ്ങച്ചം പറച്ചിലാണ്. എൻ്റെ പൊന്നു രേണു, നിൻ്റെ ഈ പൊങ്ങച്ചം കേട്ട് കേട്ട് മടുത്ത്. എന്തിനാണ് നീ ഈ മീഡിയക്കാരെ വിളിച്ച് വരുത്തണത്? നീ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഈ മീഡിയക്കാരെ നീ വിളിച്ച് വരുത്തണതാണ്. വിളിച്ച് വരുത്തിയിട്ട് നീ ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് രേണുവാണ് മീഡിയയിൽ പറഞ്ഞു കൊടുക്കണത്. അവർ ഈ മൊബൈലും പൊക്കി പിടിച്ചെങ്കിലും അവരിങ്ങനെ ഈ രേണുവിൻ്റെ പിറകെ നടക്കും. എന്തിനാണ്? അവർക്ക് നെഗറ്റീവ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് രേണു അങ്ങനെയാണ്, രേണു ഇങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവർ. അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അത് ഈ രേണുവിനെ അറിഞ്ഞൂടാ. ഇതാണ് സത്യം അവിടെ നടക്കണത്. അപ്പം നമുക്ക് പോണത് കാണാം. നിക്കറിട്ടും അമ്മയ്ക്ക് ഇപ്പം നമ്മളെ തങ്കച്ചൻ ചേട്ടനൊക്കെ അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ ടാറ്റ പറഞ്ഞ് മോളെ മോളെ ഇങ്ങനെ കളിച്ചാണ് വിടുന്നത്. മോളെ പൊന്നു മോളെ പോയിട്ട് വാ ടാറ്റ, പൊന്നു മോളെ ടാറ്റ എന്നൊക്കെ പറഞ്ഞാണ് വിടുന്നത്. അപ്പം അതിന് പണം കിട്ടിയാൽ മതിയല്ലോ, പണം കൊണ്ടുവരുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വിടുന്നത്. പിന്നെ ഈ രേണു നമ്മുടെ അനുമോളെ കുറ്റം പറയുന്നുണ്ട്. അറിയാലോ, അനുമോളെ എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിൽ വിന്നറായി വന്ന മര്യാദയുള്ള നല്ല ഒരു കുട്ടി, വെറും പാവം, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. എങ്കിൽ ചോദിക്കും വിധവ കഷ്ടപ്പെടുന്നതോ? വിധവ കഷ്ടപ്പെടുന്നത് വേറൊരു തരത്തിലാണ്. അത് അറിയാം എങ്ങനെയാണെന്നും. അത് വിധവ കഷ്ടപ്പെടുന്നത് ഈ അവൾക്ക് രേണുവിന് എന്തൊക്കെയോ ആണ് ഇവിടെ, എന്തൊക്കെയോ രേണു ചെയ്യണ് എന്നൊക്കെയാണ് പറയണത്. ഷോർട്ട് ഫിലിമില എന്തോ എനിക്ക് എന്നെ അറിയാൻ വയ്യ. ഈ നാടകത്തിലോ ആ ഊള നാടകത്തിലും അതിലും ഇതിലും, അഥവാ ഷോർട്ട് ഫിലിമിലായിരുന്നാലും പിന്നെന്തോന്ന് ആൽബത്തിൽ, കൂതറ ആൽബത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആരുടെ ദാസേട്ടൻ്റെ കൂടെ അങ്ങനെയെങ്ങാണ്ടൊക്കെ കാണിക്കണ പോലെ ഒന്നും പറയണ്ടല്ലോ. അപ്പം അങ്ങനെ കാണിച്ചാണ് പുള്ളിക്കാരി നെഗറ്റീവ് ഉണ്ടാക്കി എടുത്തത്. അപ്പം ഈ നെഗറ്റീവിലൂടെ ഇവക്ക് ഉയർച്ചയിലെത്താൻ വേണ്ടിയിട്ടാണ് ഇവള് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അപ്പം അനുമോളെ വെച്ചിട്ട് രേണു കണ്ടന്റ് ഉണ്ടാക്കിയാണ്. അനുമോളെ വെച്ചിട്ടാണ് ഇപ്പം കണ്ടന്റ് രേണു. പിന്നെ യവന്മാരെ മീഡിയ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കും അനുമോളുമായിട്ട് എങ്ങനെയാണ്, അനുമോളെ വിളിക്കാറുണ്ടാ? ഏയ് ഞാൻ അനുമോളെ വിളിക്കൊന്നുമില്ല. പിന്നെ ബിഗ് ബോസിലുള്ള ആരും അനുമോളെ വിളിക്കൂല. കുറേ പേരെ ബിഗ് ബോസിലുള്ളവരെ പേരൊക്കെ പറയുന്നുണ്ട്. അവർക്കൊക്കെ പറ്റിയത് രേണുവാണ്, രേണുവിന് പറ്റിയത് അവരുമാണ്. പക്ഷെ അനുമോള് രേണുവിന് പറ്റിയതല്ല. നീ അനുമോളെ പറയാൻ രേണു നിനക്ക് ഒരു യോഗ്യതയില്ല. ഇപ്പം വീണ്ടും വന്നിരുന്നും കൊണ്ട് അവൾ കുറച്ച് തള്ളി. ആദ്യം ഫസ്റ്റ് ലക്ഷ്മി നക്ഷത്രയുടെ കാര്യമാണ് പറയുന്നത്. ലക്ഷ്മി നക്ഷത്ര അവർ ആ സ്റ്റാർ മാജിക്കിലുള്ളവർ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഈ സുധീരെ ഒരിത് വെച്ചിട്ടാണ്, അല്ലാതെ ഒരിത് വെച്ചിട്ടല്ല. ആ സുധി മരിക്കുന്ന സമയത്തൊക്കെ ഒരു പാവം കണക്കാണ് അഭിനയിച്ച് വീട്ടിൽ കിടന്നത്. പിന്നെ അതിന് ശേഷമാണ് ഓരോരുത്തരെയും പറച്ചിൽ തുടങ്ങി. അനുമോളെ പറയണതൊക്കെ അനുമോളെ ഇപ്പം അനുമോളെ വെച്ചിട്ടാണ് രേണു കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തിന് അനുമോളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കണം? ഓരോരുത്തർ പറയുമല്ലോ, അയ്യോ പാവം വിധവ ജീവിച്ചോട്ടെ, ആ വിധവ ജീവിച്ചോട്ടെ. വിധവ എന്തിന് അനുമോളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കണ്? അനുമോളെ 7 അയലത്ത് വരാനുള്ള യോഗ്യത പോലും രേണുവിനില്ല. അതുപോലെ സ്റ്റാർ മാജിക്കിൽ ഏതെങ്കിലും ടീം ഈ അനുമോളൊക്കെ ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും കോണ്ടാക്ട് ഇല്ല. അയ്യോ കാലും വെച്ചിട്ട് ഇല്ല. എൻ്റെ പൊന്നനുമോളെ, നീ ദയവ് ചെയ്ത് ഇതിൻ്റെ അടുത്ത് നീ കൂട്ടുകൂടരുതേ. രേണു അനുമോളെ വെച്ചിട്ടാണ് അനുമോളെ ഇപ്പം കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അനുമോളെ കാര്യം പറയാനായിട്ട് ഈ രേണുവിൻ്റെ മീഡിയക്കാരെ വിളിച്ചു വരുത്തും. എന്നിട്ട് രേണു ഇന്നത് പറയണമെന്ന് പറയും. രേണുവിനെ പറ്റി വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരെ ആയിരുന്നാലും ഇന്നത് പറയണമെന്ന് മുൻപേ പറയും. അതുപോലെയാണ് അനുമോളെ പറയാൻ പറഞ്ഞത്. അനുമോളെ കാര്യം ഇന്നത് ചോദിക്കണം, അപ്പോഴും ഞാൻ ഇന്നത് പറയും. ഇത് രേണുവിൻ്റെ അടവാണ്. രേണു എല്ലാ ഇൻ്റർവ്യൂ കൊടുക്കുന്ന കണക്കല്ല, അവരെ വിളിച്ചുകൊണ്ട് വരുത്തിയിട്ട് കാണിക്കുന്ന വേലകളാണ് കേട്ടോ. ഇത് കേട്ടോളണം. ഇല്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചാർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസില് ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു. എല്ലാവരും ഉണ്ടായിരുന്നോന്ന് അവരെടുത്ത് അനുമോളുണ്ടായിരുന്നോ എന്തോ എനിക്കറിയില്ല. പിന്നെ നിന്നെ അറിയിച്ചുകൊണ്ടാണ് എല്ലായിടത്തും പോണത്. അനുമോള് അത് സ്നേഹിക്കാൻ പഠിച്ച കുട്ടിയാണ്. അനുമോള ആര് പറഞ്ഞാലും എന്തായാലും നിൻ്റെ കണക്കല്ലേ രേണു.
ഞാൻ ചോദിക്കട്ടെ, അതിന് മുന്നേ പല പല പ്രോഗ്രാമുകൾ വന്നു. ഒന്നെങ്കിൽ ഞാനപ്പോ ദുബായി പോയിക്കോട്ടെ, ഇവരെല്ലാം ഒന്നിച്ചു. എനിക്ക് ഓരോ പ്രോഗ്രാം എന്നെ പിന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഇത് എന്റെ മാനേജർ ഈ പ്രോഗ്രാം കൺഫേം ആക്കി. അയ്യോ, ഒരു മാനേജറും ഉണ്ട്, കരിസ്മ മാനേജർ എന്നും പറഞ്ഞ് നടക്കണ്. നിനക്കല്ലേ മാനേജർ ഉള്ളത്? ഇതൊക്കെ എന്തേരാണ് ഈ കേൾക്കണത്? ഒരു പ്രോഗ്രാം കൺഫേം ആക്കി അഡ്വാൻസ് എന്തെങ്കിലും ചേച്ചിയുടെ മാനേജർ എന്ന് പറഞ്ഞപ്പം അതിനിടയിൽ മാനേജർ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഞാൻ ഇനിയും പറയും. ഒരു ഈ രേണുവിന് ഒരു പുരുഷനെ കിട്ടാത്തതുകൊണ്ട് രേണു ഇപ്പൊ ഒരു സ്ത്രീനെയാണ് നോക്കിയത്, രേണു ഇപ്പൊ ഒരു ലെസ്ബിയൻ ആണ്. രണ്ടു കമന്റ്സ് കുറെ ഒരു വീഡിയോയിൽ വന്നു. അപ്പൊ അതൊന്നും പറയാമോ? ഞാൻ ലെസ്ബിയൻ ആണ്, ഞാൻ തുറന്നു പറയാം ലെസ്ബിയൻ ആണെന്ന് പറയാം. എനിക്കൊരു മടിയില്ല. നീ ബൈ ആണോന്ന് ചോദിച്ചാലും ഞാൻ അതല്ല. നീ ബയ്യ എന്തൊരു കുന്തോ ആവട്ടെ, നീ അനുവിനെ വെച്ചിട്ടുള്ള കളി നിർത്ത്. അനുവിന് പറയാനുള്ള യോഗ്യത നിനക്കില്ല. നീ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിനക്ക് ഭയങ്കര വൈരാഗ്യമാണ് ഈ അനുമോളടുത്ത്. ഈ ബിന്നീര എന്തോ ഒരു പ്രോഗ്രാമിന് അനു പറയുന്നുണ്ട്, എന്നെ വിളിച്ചു, അനു അത് സംസാരിച്ചതായിട്ടും ഒക്കെ അനു പറയുന്നുണ്ട്. എവളടുത്ത് വന്ന് നിന്നിട്ട് എവള് പറഞ്ഞു കൊടുക്കണേണ് മീഡിയ അടുത്ത്, നിങ്ങളിങ്ങനെ ചോദിക്കണം. അപ്പോഴും ഞാൻ ഇങ്ങനെ പറയും, ഇതാണ് അവളായത്. നീ എന്തിനാ അനുവിനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത്? നിനക്ക് ഭയങ്കര അസൂയാണ്, ഉള്ളത് പറയാല. നിനക്ക് ബിഗ് ബോസിൽ വിന്നറാവണമായിരുന്നല്ലേ? അനു വിന്നറായത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അനുവിന് കാറ് കിട്ടിയത് ഇഷ്ടപ്പെട്ടില്ല. ലക്ഷങ്ങൾ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയത് ഇഷ്ടപ്പെട്ടില്ല. നിനക്കതാണ്. നീ അവസാനമൊക്കെ നിന്റെ രംഗങ്ങൾ കണ്ട് ബാക്കിയുള്ളവരെ കൂടെ അവസാനം വന്ന് കയറി എല്ലാത്തിൻ്റെ കൂടെയും കിടന്ന് നീ കാണിക്കണം. ആ അനുവിനെ ഇത്രയും വിഷമിപ്പിച്ചപ്പോൾ പോലും നീ അടുത്ത് പോവേ ആ സുധീര ഒരിതും അനുവിൻ്റെയൊക്കെ ഒരിത് വെച്ചിട്ട് പോലും നീ ഒരു സമാധാന വാക്ക് പോലും പറഞ്ഞില്ല. നമ്മൾ ലൈവ് കണ്ടതാണ്. നീ മറ്റുള്ളവരെ കൂടെ പോയി ഇന്ന് കുറ്റം പറഞ്ഞത്. നീ ഓർമ്മിക്കണം. നീ അവിടെ ഇരുന്ന് കല്ലും മണ്ണും വാരി തിന്ന സമയത്തെ 2:30 മണിക്ക് ആരാണ് നിനക്ക് ഫ്രിഡ്ജിനകത്തിരുന്ന കേക്ക് എടുത്തോണ്ട് വന്ന് തന്നത്? ആരും കാണാതെ ഒളിച്ച് ചേച്ചി ഇത് ചേച്ചി കല്ലുമണ്ണും തിന്നല്ലേ, അരി തിന്നല്ലേ എന്നും പറഞ്ഞ് ആരാണ് നിനക്ക് പാതിരാത്രി പോയി എടുത്തോണ്ട് വന്ന് നിന്റെ വിശപ്പ് തണുപ്പിച്ചിട്ട് കൊണ്ടുവച്ച് കിടത്തിയത്? നീ മറക്കരുത്. നമ്മൾ കണ്ട്. നീ വന്ന വഴി മറക്കരുത് രേണു, നീ വന്ന വഴി മറക്കരുത്. അല്ലെങ്കിൽ നിനക്കിപ്പോൾ ഇത്തിരി അഹങ്കാരം കൂടുതൽ. പെട്ടിക്കടയെങ്കിലും ഉദ്ഘാടനം ചെയ്ത് നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. ഗോൾഡൻ ഡയറീസിലെ ബബിത ഇപ്പം ഈ ഇടയ്ക്ക് അനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ രേണു മീഡിയയുടെ മുന്നിൽ പറയുന്നുണ്ട്. ഉള്ളത് പറയാ, രേണു അങ്ങോട്ട് അവരെടുത്ത് ക്വസ്റ്റ്യൻ ഇന്നത് ചോദിക്കണമെന്ന് പറയുകയാണ്. വെറും അനുവിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടും അനുവിനെ നെഗറ്റീവായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ രേണു ഉദ്ദേശിക്കുന്നത്. നടക്കൂല രേണു. അനുമോളെന്ന് പറഞ്ഞാൽ പണ്ടേ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ്. നീ സെലിബ്രിറ്റിയൊന്നും അല്ല. നീ എന്തോന്നാണ്? നീ ചുമ്മാ ലാപ്പ ഊപ്പ ഇതിൽ പോയി ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്. വേറൊന്നും വേണ്ട. ആദ്യം അഭിനയം ഒന്ന് കാണാം. രേണുവിൻ്റെ അഭിനയം കാണണ്ടേ? അടിപൊളിയാണ്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അത് സൂപ്പറാണേ. കണ്ണും തമ്മിൽ കഥകൾ കൈമാറും. എൻ്റെ പൊന്നെ, നിന്നെ സമ്മതിച്ചില്ല. നിന്റെ തൊലിക്കട്ടി അപാരം. അപ്പം അനുമോള് ഇങ്ങനെയുള്ള കൂത്തൊന്നും ആടാൻ അനുമോളെ കിട്ടൂല. അനുമോൾ ഇങ്ങനെയെന്നുള്ള ഇതിൽ അല്ല പണം ഉണ്ടാക്കണ. അനുമോൾ മര്യാദയ്ക്ക് പോയി ഇനാഗ്രേഷൻ ചെയ്യണ്. നീ പറയുന്നുണ്ടല്ലോ, നീ എവിടെയൊക്കെ ദുഫായിലും പിന്നെ എവിടെ ബഹ്റൈനിലും എനിക്കറിഞ്ഞൂടാ ബാർ ഉദ്ഘാടനത്തിന് എല്ലാത്തിനും നീ പോണ കാര്യം. നിനക്ക് അങ്ങനെ പറ്റുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ബബിത അനുമോളെ വിളിക്കുന്നുണ്ട്. അപ്പം ആ സംഭാഷണം ഒന്ന് കേൾക്കാം. അനു, നീ ഫ്രീ ആണല്ലോ അല്ലേടാ? അതെ, രേണു സുധിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നോ? ഒരു ക്ലിപ്പ് എനിക്ക് ഒരാൾ അയച്ചു തന്നാണേ. അതിനകത്ത് അനുവും രേണുവും തമ്മിൽ എന്താ പ്രശ്നമെന്ന് ഒരു വീഡിയോ ചോദിക്കുന്നുണ്ട്. അതിന് രേണു കൊടുത്ത മറുപടി കേട്ടായിരുന്നോ? നീയും രേണുവും തമ്മിൽ എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ രേണു കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ, ബിന്നിയും അനുവും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് അനു ബിന്നിയുടെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അനു ഒന്നിനും നല്ല അടീര കുറവാണ്. നല്ല പെടപെടക്കണം. ഇവക്ക് ഈ പണം അവിടെ എവിടെയും ചെന്ന് പെട്ടിക്കട ഉദ്ഘാടനം ചെയ്ത്
നിക്കറിട്ടുകൊണ്ടോണയൊക്കെ അവരവരെ വ്യക്തി സ്വാതന്ത്ര്യം. ഇങ്ങനെയൊക്കെ നടന്ന് കുറേ മേക്കപ്പും ഒക്കെ ചെയ്ത് പിന്നെ അതിനായിട്ട് 4-5 പേരുമാണ്. പല്ല് വെച്ച് കൊടുക്കുക ഒരാൾ, കണ്ണിലെ ലെൻസ് വെച്ച് കൊടുക്കുക ഒരാൾ, പിന്നെ മൊത്തത്തിൽ എല്ലാമൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാമൊക്കെ വെച്ച് കൊടുക്കുക ഓരോരുത്തർ അങ്ങനെ 5-6 പേരാണ് ഇങ്ങനെ വരിക്ക് നിൽക്കുന്നത്. ഈ പണമൊക്കെ ഇങ്ങനെ കൊടുക്കണ പണമൊക്കെ നീ ആളുകളിൽ നിന്ന് മേടിച്ച കടം സുധി വാങ്ങിച്ചല്ലോ. പാവങ്ങൾക്ക് കഞ്ഞി വയ്ക്കാൻ പോലും നിവർത്തിയില്ല. ആ പണം നീ അവിടെയൊക്കെ ഒട്ടിച്ച് വെക്കണ പണം നീ അത് അങ്ങനെ കൊടു. അങ്ങനെയല്ലേ ചെയ്യാനുള്ളത്? ആദ്യം അത് കൊടു, എന്നിട്ട് നീ തിന്നോണ്ടിട, ഇല്ലെങ്കിൽ ദഹിക്കൂല. പാവങ്ങൾക്ക് കഞ്ഞി വയ്ക്കാൻ നിവർത്തിയില്ലാത്ത പണമാണ്. ഏതാ ഒരു അപ്പൂപ്പൻ വിറച്ച് നിന്ന് അപ്പൂപ്പനെ വരെ തങ്കച്ച ഓട്ടിച്ച്. കഷ്ടം. ഒന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ കണ്ടായിരുന്നോ വീഡിയോ? പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസറാണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷനാണ്, ആ ഒരു ലോഞ്ചിന്. ആ കാര്യം അതവിടെ പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന്റെ ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എൻ്റെ നാട്ടില് എല്ലാവർക്കും അവരോരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോണ്. അനുമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു, ബിന്നിയുടെ ഭർത്താവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ബിന്നിയുടെ എന്തോ ആവശ്യത്തിനായിട്ടായിരുന്നു. എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ ഓൾറെഡി നൂബിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നൂബിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണു അനുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാന്ന്? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. രേണുവിന് ഊണിലും ഉറക്കത്തിലും എപ്പോഴും അനിമോള് എന്തോന്ന് പറയാൻ പറ്റും? അനിമോളെ കാര്യം എടുത്തിട്ടാലേ എനിക്ക് റീച്ച് കിട്ടുള്ളൂ, എന്നെ ആളുകൾ 10 പേര് അറിയപ്പെടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു മനസ്സിലങ്ങനെ വിചാരിച്ച് കടിച്ചു പിടിച്ചാണ് നടക്കുന്നത്. കേട്ടാൽ തോന്നും എന്തോ മെൻ്റലി എന്തോ പ്രശ്നം ഉള്ളതുപോലെയാണ് രേണുവിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവണത്. രേണു ഇത് ശരിയായ കാര്യമല്ല. രേണു ഈ അനുവിനെ വെച്ചിട്ടുള്ള കളി അങ്ങ് നിർത്തിക്കോ. അനുവിനെ എന്തിനാണ് അതിൽ പിടിച്ചിടണ? ആര്യനാട് അനുവിൻ്റെ ജന്മനാട്ടിൽ അനുവിനൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് കാണാം. ആ ബിന്നിയുടെ ആ പ്രോഗ്രാം പറഞ്ഞ അന്നാണ് ഈ സംഭവം. അനുവിൻ്റെ ജന്മനാട്ടിൽ ആര്യനാട് അനുവിനൊരു ഇതുണ്ടായിരുന്നു, പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ അനു അവിടെ പോയതാണ് ഇപ്പം കണ്ടത്. അതിന് വളച്ചൊടിച്ച് എന്തൊക്കെയാണ് പറയണത്. അനുവിന് തിന്നാനുള്ള വൈരാഗ്യമുണ്ട്. ഇതാ ഇനി അടുത്ത ഒരു കളിയാക്കൽ കാണാം. നിങ്ങൾ ഓർക്കും ഇത് പ്ലാച്ചിയാന്ന്. പ്ലാച്ചിയല്ല കേട്ടോ, ഇതെന്റെ പാവയാ. പ്ലാച്ചിയല്ല, അല്ലല്ലേ, ഇതെന്റെ പ്ലൂച്ചി. അമ്മ പോയിട്ട് വരാമേ. അനുവിനെ കളിയാക്കിയതാണ്. ഒരു പാവയും കൊണ്ട് അതിനായിട്ടായിരിക്കും വണ്ടിയിൽ, അനുവിനെ കളിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും വണ്ടിയിൽ വെച്ച്, എന്നിട്ട് അതിനകത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ചോദിക്കുന്നു ഇതെന്തോന്ന്. അപ്പോൾ പറയണ ഇത് പ്ലാച്ചി അല്ല കേട്ടാ, ഇത് പ്ലൂച്ചിയെന്ന്. ഇത് പ്ലൂച്ചിയെന്ന് അതാണ് പറഞ്ഞത്. സത്യം പറയാമല്ലോ, അനുമോള് വേറെ ഇതിൽ ലെവൽ, നീ വേറെ ലെവൽ. അനുമോള് സെലിബ്രിറ്റിയാണ്, നീ സെലിബ്രിറ്റി അല്ല. നീ ഇല്ല ചുമ്മാതെ കുറേ 10 പേരെ ഉദ്ഘാടന സ്ഥലത്തോട്ട് എനിക്കിത്തിരി ഉദ്ഘാടനം തരണേ എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചിട്ട് 10 പേരെ അവിടെ നിർത്തും. മൊബൈലും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാൻ കുറച്ച് പേര്. നീ അങ്ങോട്ട് പോയാൽ എന്തിനാണ് നിനക്ക് നെഗറ്റീവ് കിട്ടാൻ വേണ്ടി? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അത് എടുക്കണേ, ഞാൻ ആ ഡ്രസ്സ് ഇടുമ്പോൾ എടുക്കണേ, പിന്നെ അതുപോലെ എൻ്റെ പല്ല് വെക്കുമ്പോൾ എടുക്കണേ, വീഡിയോ പിടിക്കണേ, എൻ്റെ കണ്ണ് വെക്കുമ്പോൾ കണ്ണിൽ ലെൻസ് വെക്കുമ്പോൾ വീഡിയോ പിടിക്കണേ, മുഖം മിനുക്കുമ്പോൾ വീഡിയോ പിടിക്കണേ എന്ന് പറഞ്ഞ് നീ ചെയ്യിക്കണതാണ് ഇതത്രയും. അല്ലെങ്കിൽ പിന്നെ നിനക്ക് അങ്ങനത്തെ നെഗറ്റീവ് വേണ്ട എന്നുണ്ടെങ്കിൽ നീ മര്യാദീര സ്വരത്തിൽ നീ യവന്മാരെയും കൊണ്ട് ഇങ്ങനെ ഉള്ളവരെയും കൊണ്ട് നീ ഇങ്ങനെ നടക്കാൻ പറയൂല. നീ തള്ളുമ്പോൾ കുറച്ചൊക്കെ
ഒന്ന് തള്ളണം കേട്ടാ രേണു. അനുവിനെ വെച്ചുള്ള കളിക്കണത് അങ്ങ് വിട്ടേരാ. നിന്റെ അസൂയയും കുശുമ്പും മനസ്സിലായി.